കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 19 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അമേരിക്കയ്ക്ക് പുറത്ത് അരിവാൾ രോഗം അത്യാധുനിക സംവിധാനങ്ങളോടെ ഭേദമാക്കുന്ന ആദ്യ രാജ്യമായി ബഹ്റൈൻ മാറി. സിക്കിൾ സെൽ ഡിസീസ് ബാധിച്ച 24-കാരനായ ബഹ്റൈനി സ്വദേശി അംജദ് അൽ മഹാരിയാണ് രോഗമുക്തി നേടിയത്. ഓങ്കോളജി സെന്ററിൽ നടന്ന ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയാണ് അംജദിനെ രാജ്യത്തെ മെഡിക്കൽ വിദഗ്ധർ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ശസ്ത്രക്രിയയ്ക്കു ശേഷം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ആശുപത്രിയിൽ രോഗിയെ സന്ദർശിക്കുകയും സുഖവിവരങ്ങൾ ആരായുകയും ചെയ്തിരുന്നു. 1 വർഷം മുമ്പാണ് അംജദിനെ രോഗചികിത്സയ്ക്കായി പരിചരിച്ചു തുടങ്ങിയത്. അന്നു മുതൽ തന്റെ രോഗവിവരങ്ങളും ചികിത്സാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്കും RMS മെഡിക്കൽ സംഘത്തിനും അംജദ് നന്ദി അറിയിച്ചു. വിജയകരമായ ചികിത്സയ്ക്ക് ശേഷം രോഗിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായി റോയൽ മെഡിക്കൽ സർവീസ് അറിയിച്ചു. നിരോധിത സംരക്ഷിത മേഖലകളിൽ നിന്ന് 364 കിലോ ഞണ്ടുകളെ പിടിച്ച 4 പേരെ അറസ്റ്റ് ചെയ്ത് കോസ്റ്റ് ഗാർഡ്. ബംഗ്ലാദേശ് സ്വദേശികളാണ് പിടിയിലായ 4 പേരും. വാണിജ്യ ആവശ്യങ്ങൾക്കായി റിസർവിൽ മത്സ്യബന്ധനം നടത്തിയെന്ന് സംശയിച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പബ്ലിക് പ്രോസിക്യൂഷൻ കേസിൽ അന്വേഷണം ആരംഭിച്ചു. ഇവരിൽ നിന്നും 2 ബോട്ടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളും കണ്ടുകിട്ടി. ചെറുമത്സ്യങ്ങൾ, മറ്റ് സംരക്ഷിത സമുദ്രജീവികൾ എന്നിവയെ പിടികൂടുന്നതിനും വിൽപ്പന നടത്തുന്നതിനും രാജ്യത്ത് വിലക്ക് നിലനിൽക്കുന്നുണ്ട്. ലഹരിമരുന്ന് വിപണനവുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിലായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസിന്റെ ആന്റി നാർക്കോട്ടിക്സ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുകയും 80,000 ബഹ്റൈൻ ദിനാർ വില വരുന്ന 11 കിലോ മയക്കുമരുന്നും സൈക്കോട്രോപിക് വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തു. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച അന്വേഷണത്തെ തുടർന്നാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. ഇന്ത്യൻ സ്കൂൾ ജൂനിയർ ക്യാമ്പസിൽ നാമാണുലോകം എന്ന പ്രമേയത്തിൽ വിവിധ പരിപാടികളുടെ വാർഷിക ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാഡമിക് അംഗവുമായ രഞ്ജിനി മോഹൻ, ഫിനാൻസ് ആൻഡ് IT അംഗം ബോണി ജോസഫ്, ട്രാൻസ്പോർട്ട് അംഗം മുഹമ്മദ് നയാസ് ഉല്ല, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ, സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രൈമറി, കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികളുടെ നിറപ്പകിട്ടാർന്ന സാംസ്കാരിക പ്രകടനങ്ങളോടെ പരിപാടികൾ ശ്രദ്ധേയമായി. അവതാരകരായ ടെസ പിക്കോ, മിസ്ബ ഉൽ ഹഖ്, അബ്ദുൾ റഹ്മാൻ, കൃതിക വിജയ്, ജോൺ സിജോ എന്നിവർ പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചു. ഹെഡ് ബോയ് ജെഫ് ജോർജ്, ഹെഡ് ഗേൾ നൂറ റഹ്മത്തലി എന്നിവർ നന്ദി പറഞ്ഞു. ബഹ്റൈനിലെ മലയാളികളായ വൈദികരുടെ കൂട്ടായ്മ രൂപീകരിച്ചു. വിവിധ ക്രൈസ്തവ സഭകളുടെ ബഹ്റൈനിലെ പള്ളികളിലെ മലയാളി വൈദികരാണ് ഒന്നിച്ചുകൂടിയത്. സെഗയിലെ സെന്റ് പോൾസ് മാർത്തോമ ദേവാലയത്തിൽ വെച്ച് നടന്ന വൈദിക സംഗമത്തിൽ മലങ്കര യാക്കോബായ ഓർത്തഡോക്സ്, കത്തോലിക്ക, CSI മലയാളി പാരിഷ്, CSI സൗത്ത് കേരള, മാർത്തോമ, ജ്ഞാനായ തുടങ്ങിയ സഭകളിലെ വൈദികരാണ് പങ്കെടുത്തത്. റവറന്റ് ഫാദർ ജേക്കബ് തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ മാത്യു ചാക്കോ സ്വാഗതം ആശംസിച്ചു. സേക്രഡ് ഹാർട്ട് പാരിഷ് പ്രീസ്റ്റ് ഫാദർ ഫ്രാൻസിസ് ജോസഫ് ധ്യാന പ്രസംഗം നടത്തി. പരിപാടിയിൽ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഫാദർ ജോൺസ് ജോൺസന് യാത്രയയപ്പും സ്ലീബ പോൾ കോർ എപ്പിസ്കോപ്പയ്ക്ക് സ്വീകരണവും നൽകി. ഫാദർ ജേക്കബ് കല്ലുവിള, ഫാദർ ബിജു ജോൺ, ഫാദർ തോമസ് കുട്ടി, ഫാദർ മാത്യു ഡേവിഡ്, ഫാദർ അനൂപ് സാം തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ ബിബിൻസ് മാത്യു നന്ദി രേഖപ്പെടുത്തി. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. IYCC ബഹ്റൈൻ ബുദയ്യ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കൃപേഷ് ശരത്ലാൽ അനുസ്മരണ സംഗമവും ഏരിയ കൺവെൻഷനും ഫെബ്രുവരി 21-ന് സൽമാനിയയിലുള്ള കലവറ റെസ്റ്റോറന്റ് ഹാളിൽ നടക്കും. IYCC ബഹ്റൈൻ ഭാരവാഹികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരടക്കമുള്ളവർ സംബന്ധിക്കുന്ന പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായി IYCC ബഹ്റൈൻ ബുദയ്യ ഏരിയ പ്രസിഡന്റ് അഷ്റഫ് EK, സെക്രട്ടറി കെഫിലി ചേറ്റുവ, ട്രഷറർ അബ്ദുൾ സലീം എന്നിവർ അറിയിച്ചു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ദാറുൽ ഈമാൻ മദ്രസകളുടെ സഹകരണത്തോടെ ഏരിയ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമങ്ങൾ ഫെബ്രുവരി 21 വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സിഞ്ചിലുള്ള ഫ്രണ്ട്സ് സെന്ററിൽ വൈകിട്ട് 7:30-നും മുഹറഖ് ഹാലയിലെ മസ്ജിദുൽ ഈമാൻ മജ്ലിസിൽ രാത്രി 8 മണിക്കും വെസ്റ്റ് റിഫയിലുള്ള ദിശ സെന്ററിൽ വൈകിട്ട് 6 മണിക്കുമാണ് പരിപാടികൾ. കുടുംബത്തോടൊപ്പം റമദാനെ വരവേൽക്കാം എന്ന തലക്കെട്ടിൽ ജാസിർ PP, യൂനുസ് സലീം, ജമാൽ നദ്വി ഇരിങ്ങൽ എന്നിവർ പ്രഭാഷണം നടത്തും. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലഡഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 1 മുതൽ 25 വരെ സമാജം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത്. ഫ്ലഡഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ഈ മാസം 22 വരെ തുടരുമെന്നും സംഘാടകർ അറിയിച്ചു. ടൂർണമെന്റ് കാണുന്നതിന് എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും അവസരമൊരുക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മത്സരത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 39687681 അല്ലെങ്കിൽ 33890941 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. ബഹ്റിനിലെ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ ശൈത്യകാല ക്യാമ്പ് സംഘടിപ്പിച്ചു. സഖീറിൽ വെച്ച് നടന്ന പരിപാടിയിൽ 100-ലധികം പേർ പങ്കെടുത്തു. അംഗങ്ങൾക്കായി നിരവധി മത്സരങ്ങളും ഒരുക്കിയിരുന്നു. ജനറൽ സെക്രട്ടറി ശിവദാസ് നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പാക്ട് പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. പാക്ട് ഭാരവാഹികളായ സുഭാഷ് മേനോൻ, ജഗദീഷ് കുമാർ, രാംദാസ് നായർ, അനിൽ കുമാർ, സൽമാനുൽ ഫാരിസ്, ഉഷ സുരേഷ്, രാമനുണ്ണി കോഡൂർ, അനിൽ മണ്ണിൽ, വിനോദ് എരത്ത്, സുരേഷ്, ബാബു കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ട്രഷറർ മൂർത്തി നൂറാനി നന്ദി രേഖപ്പെടുത്തി. തമിഴ്നാട് പുതുക്കോട്ടൈ തിരുച്ചിറപ്പള്ളി അണ്ണവാസൽ സ്വദേശി രാമസ്വാമി ബഹ്റൈനിൽ നിര്യാതനായി. 43 വയസ്സായിരുന്നു പ്രായം. അൽക്കരാർ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പിതാവ് ചിന്നയ്യ വേലാർ, മാതാവ് സെല്ലായി.